തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. നീ ചാരുമോളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. മോൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ പ്രവർത്തി ഞാൻ നേരിട്ട് കണ്ടും കേട്ടും മനസ്സ് നിറഞ്ഞിരിക്കുക. എന്താ ഉണ്ടായത് അച്ഛാ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ വീട്ടിലെ മൂത്ത മകൻ നാട്ടുകാരുടെയും ഓഫീസർമാരുടെയും മുന്നിൽ വെച്ച് ചീഫ് എഞ്ചിനീയറുടെ കാല് പിടിക്കാൻ ചെന്നു. എന്തിനാന്നറിയോ? അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ. എന്നാ ആ പെണ്ണാണെങ്കിൽ ഇവനെ കണ്ട ഭാവം നടിച്ചില്ല. അവളെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കും ചെയ്തു. ആണൊരുത്തൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ഇവനോട് കാണിച്ചു കൂട്ടിയത്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ശാന്തപ്പനുണ്ടായിരുന്നു കൂടെ. മോനെ, നിന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്താ മിണ്ടാതെ നിൽക്കുന്നു? പറഞ്ഞു കൊടുക്ക്. ആ പെണ്ണെന്താ പറഞ്ഞു തന്നു? അവിടെ വെച്ച് നിനക്കില്ലാത്ത മാനക്കേട് ഇപ്പൊ എങ്ങനെ വന്നു? നിർത്തൂ. ഞാൻ പിടിച്ചു പറയോ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ ഭാര്യ എന്നെ വിട്ടുപോയി. അവളെ തിരികെ കൊണ്ടുവന്ന് ജീവിക്കാൻ വേണ്ടിയാ ഞാൻ മാപ്പ് പറയാൻ പോയത്. അതിനെന്താ തെറ്റുള്ളത്? എന്നാലും മോനെ, അത് വേണമായിരുന്നോ? ശ്രേയ നിന്റെ കൂടെ തന്നെ വരും, അല്ലാതെ എവിടെ പോവാനാ? വരും വരും വരും, തിരിച്ചു വരും. സ്വന്തം ഭർത്താവാണെന്ന് പോലും നോക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ നിന്നോട് എങ്ങനെയാ പെരുമാറിയെന്ന് പറഞ്ഞു കൊടുക്ക്. മതി, ഇനി കൂടുതൽ പറഞ്ഞ് അവന്റെ മനസ്സ് വെറുതെ വേദനിപ്പിക്കണ്ട. എന്റെ അറിവോടെ എല്ലാം പോയത്. അറിഞ്ഞിരുന്നെങ്കി ഇപ്പൊ അറിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഉന്നാരമോന്. ചില ബന്ധങ്ങൾ വിട്ടുപോയാൽ സന്തോഷിക്കണം, സമാധാനിക്കണം. അതുപോലൊരു ബന്ധ ആ ചീഫ് എഞ്ചിനീയറുടെ. അവൾ ഇവന്റെ ജീവിതത്തിൽ വന്നു കയറുന്നത് ഇവന് നല്ലതല്ല. ആ, അവള് വരാനും പോകുന്നില്ല. എന്തുകൊണ്ട് വരില്ല? മേഡം വരും, വന്നിരിക്കും. ഞാൻ കൊണ്ടുവരും. അല്ല, എന്നെ തേടി വരും. ശ്രേയ മനസ്സറിഞ്ഞ് വരൂ അരവിന്ദേട്ടാ. അവൾ അത്ര പേരുടെ മുന്നിൽ വെച്ച് അരവിന്ദേട്ടനെ മൈൻഡ് ചെയ്തോ? നീ മിണ്ടരുത് തുണിക്കച്ചവടക്കാരി. നീ കാരണം ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ പറയുന്ന കേൾക്കാൻ മേഡം തയ്യാറാവുമായിരുന്നു. ആ സമയത്താ നീ വന്നെല്ലാം നശിപ്പിച്ചത്. അരവിന്ദേട്ടന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോ സഹിക്കാഞ്ഞിട്ട് ഞാൻ അടുത്തോട്ട് വന്നത്. ഓ, അപ്പൊ എന്റെ അവസ്ഥ നീ കണ്ടല്ലോ. ആ സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം ആരാ? നീയാ. നിന്നെ കണ്ടപ്പോഴാ മേഡത്തിന് ദേഷ്യം കൂടിയത്. ഇല്ലെങ്കിൽ മേഡം എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. എല്ലാം നശിപ്പിച്ചമ്മ ഇവള്. ഇതില് നിന്റെ കൈയുണ്ടല്ലേടി. എടി, നീ ആരെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? എന്റെ മോനെ അവന്റെ ഭാര്യയും തമ്മിൽ തല്ലിച്ച് കണ്ടു രസിക്ക. നീ ഒരിക്കലും നന്നാവില്ലടി വിഷവിത്തേ. ആ, മതി മതി മതി. നീ ശപിക്കേണ്ടത് ചാരുമോളെ അല്ല, ആ ചീഫ് എഞ്ചിനീയർ പെണ്ണിനെ. അവളല്ലേ നിന്റെ മോനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചാരുമോളെ, ഇനി ഇവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോരുത്. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചങ്ങ് നടന്നോണം. എപ്പോഴും ഒരു കയ്യകലം പാലിക്കുന്നത് നല്ലതാ. എടാ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ആ പെണ്ണ് ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. ദേമാശേ, കുറെ നേരമായാലും അവള് വരില്ല വരില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. എല്ലാരോടും കൂടിയായിട്ട് ഞാൻ പറയുക, എന്റെ ഭാര്യ ഈ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവളുടെ കൂടെ ഞാൻ ജീവിച്ച് കാണിച്ചു തരും. കാണിക്കും കാണിക്കും. ഇതുപോലെ ഓരോ മാനം കെട്ട കാര്യങ്ങൾ ചെയ്തു വെച്ച് നാട്ടുകാർ കളിയാക്കി ചിരിക്കുന്നത് ഈ കുടുംബത്തെ നോക്കിയായിരിക്കും. ചിരിക്കുന്നവർ ചിരിക്കട്ടെ. എന്റെ ഭാര്യ ഇവിടെ വന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പോവും, ശവമായിട്ട്.